എം.പി. രാജേഷിനെ എടുക്കാതിരുന്ന രണ്ട് കാരണമുണ്ട്. ഒന്നാമത് ഈ മരുമകന്റെ സ്ഥാനാരോഹണം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിൽ നിന്ന് ബാലഗോപാലിനെ രാജീവിനെ എങ്ങനെ പറഞ്ഞുവിടണം എന്നാണ് കാരണഭൂതനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇനി രാജേഷിനെ കൂടി കയറ്റിവെക്കുന്നത്. നല്ല കാര്യം. നമ്മുടെ ബിന്ദുവിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തു. ഈ ബിന്ദുവിനെ പോലെ ഇത്ര സുഖലോലുപമായ ജീവിതം നയിച്ച പാർട്ടിക്ക് വേണ്ടി ഒരു ജാഥയ്ക്ക് പോവുകയും മുദ്രാവാക്യം വിളിക്കുകയോ ഒന്നും ചെയ്യാതെ സംസ്ഥാന കമ്മിറ്റിയിലെത്തിയ ഒരംഗവും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ്. കാരണം എന്താ വെച്ചാൽ ബിന്ദു കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നു എന്നുള്ളത് ശരി. പിന്നെ വിജയരാഘവനെ പ്രേമിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്തു. അത് വലിയ ത്യാഗം. അതിന്റെ ആ ത്യാഗത്തിന്റെ ഫലമായിട്ട് കേരളോർമ്മ കോളേജിൽ അധ്യാപികയായിട്ട് ജോലി കിട്ടി. അപ്പോഴും പാർട്ടിക്കാരിയാണ് എന്നാണ് ഭാവം. പാർട്ടിയുടെ ഒരു ഘടകത്തിൽ അവർ പ്രവർത്തിച്ചു. വർഗ ബഹുജന സംഘടനയിൽ പ്രവർത്തിച്ചു. AKPCTയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി. ആ ഒരു മെമ്പർഷിപ്പിന്റെ ബലത്തിൽ തൃശ്ശൂർ മുനിസിപ്പൽ മേയറായി. അന്നും ഒരുപാട് പ്രവൃത്തി പരിചയമുള്ള മെമ്പർമാർ, കൗൺസിലർമാർ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഉണ്ടായിരുന്നു. പക്ഷേ മേയറാകാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ യോഗം ഉണ്ടായത് ടീച്ചർ. അങ്ങനെ ടീച്ചർ 5 കൊല്ലം മേയറായിട്ടിരുന്നു. മേയർ സ്ഥാനം കഴിഞ്ഞ് വീണ്ടും കേരളോർമ്മ കോളേജിലേക്ക് പോയി. വേറെവർ ഐ ഗോ ഐ ടേക്ക് ദ പാർട്ടി ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞ അവസ്ഥ. അങ്ങനെ ടീച്ചർ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായി. അതിനൊക്കെ ഡോക്ടറേറ്റ്, പിന്നെ വൈസ് പ്രിൻസിപ്പളായി. പ്രിൻസിപ്പളിന്റെ ചാർജ് വഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ്. വളരെ സുരക്ഷിതമായൊരു സീറ്റ് അന്ന് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന സഖാവ് വിജയരാഘവൻ ഭാര്യയ്ക്ക് കൊടുത്തു. അതാണ് ഇരിഞ്ഞാലിന്റെ സീറ്റ്. അങ്ങനെ പ്രൈഡ് ഓഫ് ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് അങ്ങനെ ടീച്ചർ ഇരിഞ്ഞാലക്കുട MLA ആയിട്ട് വെറുതെ ഇരിക്കാൻ പാടുണ്ടോ? പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ. അപ്പോൾ വിജയരാഘവൻ പറഞ്ഞു, സഖാവെ എൻ്റെ ഭാര്യയ്ക്ക് കൂടി ഒരു സീറ്റ് കൊടുത്തു, നിങ്ങളുടെ മരുമോ മാത്രം ഇരുന്ന പോലെ. അപ്പോൾ ശരി എന്നാൽ കൊടുത്തു കളയാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടിരിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. അങ്ങനെ അവർ സംസ്ഥാന കമ്മിറ്റി അംഗമായി. ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ വന്നാലും നമ്മൾ ഞെട്ടാനും. ഇതാണ് സ്ഥിതി. പാർട്ടിയിലെ ഏതെങ്കിലും നേതാവിന്റെ ഭാര്യയോ കാമുകിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധുവാണെങ്കിൽ അല്ലെങ്കിൽ മകളെ കെട്ടിയവനാണെങ്കിൽ ഇത് പാർട്ടിയിൽ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് വരുന്നു. അല്ലാണ്ട് ജയരാജനെ പോലെ വെട്ടുകൊണ്ട ആളാണ്, അല്ലെങ്കിൽ ബാലനെ പോലെ പണ്ട് ബ്രണ്ടൻ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിണറായി വിജയൻ എന്താ ചോദിച്ചാൽ ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദ ഞാൻ ഒഴികെ വേറെ ഒരാൾക്ക് ഇളവില്ല. ഇന്നലെ പോയിട്ട് മിനിങ്ങാതെ കയറി വന്ന വീണ ജോർജ് അവർ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായിട്ട് മാറിയപ്പോൾ പത്മകുമാറിന് സീറ്റ്. പത്മകുമാറിന് വലിയ സങ്കടമുണ്ട്. അദ്ദേഹം വിങ്ങിപ്പൊട്ടി. ചതി, വഞ്ചന എന്നൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ്. 75 വയസ്സ് പൂർത്തീകരിച്ച സകല ആളുകളെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും നിർദ്ദയം ഒഴിവാക്കി. ഒരാളെ മാത്രം ഒഴിവാക്കി. അത് നമ്മുടെ സംസ്ഥാനത്തെ കാരണഭൂതൻ, അഖില കേരള ചക്രവർത്തിയും പാർട്ടിയുടെ പരമോന്നത നേതാവുമായി കേരള സ്റ്റാലിൻ അല്ലെങ്കിൽ മലയാളം മുസോളിനി എന്ന് നമ്മൾ വിശേഷിപ്പിക്കും മഹാനായ പിണറായി വിജയൻ സഖാവിന് മാത്രം. അദ്ദേഹത്തെ ഒഴിവാക്കിയ പിന്നെ പാർട്ടി, കാരണം മാർക്സിസം ലെനിനിസം അല്ല, പിണറായിസമാണ് ഈ ഇപ്പോഴത്തെ ഈ അഭിനവ വിപ്ലവ പാർട്ടിയുടെ സൈദ്ധാന്തിക അടിത്തറ.